സഅദ് ബിൻ അബി വഖാസ് ഉമറിന്റെ കാലത്ത് കൂഫയിലെ അമീറായിരുന്നു, അവിടെ ഭരണാധികാരിയായിരുന്നു. കൂഫക്കാർ സഅദ് ബിൻ അബി വഖാസ് എന്ന മഹാനായ സഹാബിയെ കുറിച്ച് അന്യായമായ ചില പരാതികൾ പറഞ്ഞുണ്ടാക്കിയുണ്ടായി. അങ്ങനെ പരാതികൾ പറഞ്ഞ് സഅദിന്റെ നിസ്കാരത്തെക്കുറിച്ച് വരെ അവർ കുറ്റം പറയാൻ തുടങ്ങി. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ശ്രേഷ്ഠനായ സഹാബിയാണ് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഫദക്കറു മിൻ സ്വലാത്തിഹി, സഅദിന്റെ നിസ്കാരത്തെക്കുറിച്ച് പോലും അവർ പലതും പറഞ്ഞു. ഫഅർസല ഇലൈഹി ഉമർ ഫഖദിമ അലൈഹി, ഉമർ ഖലീഫയായ ഉമർ സഅദിനെ വിളിപ്പിച്ചു. സഅദ് ഉമറിന്റെ അരികിലേക്ക് വന്നു. ഫദക്കറ ലഹു മാ അബൂഹു ബിഹി മിൻ അംരി സ്വലാഹ്, അവർ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞ കുറ്റവും സഅദിനോട് ഉമർ ചോദിച്ചു. ഫഖാൽ, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി ലഉസല്ലി ബിഹിം സ്വലാത്ത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അവരുമായി അവരെ മഅ്മൂമുകളാക്കി അവർക്ക് ഇമാമായി നിസ്കരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത് എങ്ങനെയാണോ അങ്ങനെയാണ്. ഹദീസിന്റെ തന്നെ മറ്റൊരു റിവായത്തിൽ സഅദ് ചോദിക്കുന്നത് കാണാം, തുഅല്ലിമുൽ അഅറാബു ബിസ്സലാഹ്, ഈ അറാബികൾ എന്നെ നിസ്കാരം പഠിപ്പിക്കുകയാണോ? സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഈ അറാബികളായ ആളുകളാണോ എന്നെ നിസ്കാരം പഠിപ്പിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിസ്കാരം പഠിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കി നിസ്കരിക്കുന്ന സഹാബിയാണ്. അദ്ദേഹം പറഞ്ഞു, മാ അഖ്രിമു അൻഹ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നിസ്കരിച്ചോ അതിൽ ഞാനൊരു വീഴ്ചയും വരുത്തിയിട്ടില്ല. ഇന്നി ലഅർഖുദു ബിഹിം ഫിൽ ഊലയൈൻ വഅഹ്ദിഫു ഫിൽ ഉഖ്റയൈൻ, ഞാൻ ആദ്യത്തെ 2 റക്അത്തുകൾ ദീർഘിപ്പിച്ച് നിസ്കരിക്കും. വഅഹ്ദിഫു ഫിൽ ഉഖ്റയൈൻ, ശേഷമുള്ള 2 റക്അത്തുകൾ ഞാൻ ദൈർഘ്യം കുറച്ചും നിസ്കരിക്കും. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ പറഞ്ഞു, ഇദാ കദ്ദന്നു ബിക അബൂ ഇസ്ഹാഖ്, അബൂ ഇസ്ഹാഖ് സഅദ് ബിൻ അബി വഖാസിന്റെ കുനിയത്താണ്. സഅദിനോട് ഉമറിന് ബഹുമാനവും ആദരവും ഉണ്ടായിരുന്നു എന്നതിനുള്ള സൂചനകളിൽ ഒന്നാണ് കുനിയത്ത് വെച്ചുള്ള ആ വിളി, ബഹുമാന സൂചകമായ വിളിയാണ്. ഇദാ കദ്ദന്നു ബിക അബൂ ഇസ്ഹാഖ്, അബൂ ഇസ്ഹാഖ് നിങ്ങളെക്കുറിച്ച് ഞാൻ അങ്ങനെ തന്നെയാണ് ധരിച്ചു വെച്ചിട്ടുള്ളത്. അവരുടെ പരാതിയോ അവരുടെ വാക്കുകളോ എന്നിൽ സ്വാധീനം ചെലുത്തിയിട്ടില്ല എന്നാണ് ഉമർ പറഞ്ഞതിന്റെ അർത്ഥം. ഈ ഹദീസ് ഇവിടെ ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് കൊണ്ടുവന്നിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് മനസ്സിലാക്കി തരാനാണ്, ആ വിഷയം സൂചിപ്പിക്കാനാണ്. എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 റക്അത്തുള്ള നിസ്കാരങ്ങളിൽ ആദ്യത്തെ 2 റക്അത്തുകൾ ശേഷമുള്ള അവസാനമുള്ള 2 റക്അത്തുകളെക്കാൾ ദൈർഘ്യം വർദ്ധിപ്പിച്ചായിരുന്നു നിസ്കരിച്ചിരുന്നത്. അതിൽ തന്നെ ഒന്നാമത്തെ റക്അത്തിന് കൂടുതൽ ദൈർഘ്യമുണ്ടായിരുന്നു, അത്രയില്ല രണ്ടാമത്തേത്. അങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിരുന്നത്. ഒന്നാമത്തെ ഇതിന് ദൈർഘ്യം കൂട്ടിയത് കൊണ്ടുള്ള പ്രയോജനമാണ് വൈകി വരുന്ന ആളുകൾക്ക് ജമാഅത്ത് ലഭിക്കും എന്നത്. വൈകി വരുന്ന ആളുകൾക്ക് ജമാഅത്ത് ലഭിക്കും. അതുപോലെ ഒന്നാമത്തെ റക്അത്തിൽ കൂടുതൽ നിസ്കാരത്തിൽ കടന്നു വന്ന ആദ്യത്തെ സമയമായതുകൊണ്ട് കൂടുതൽ ഉന്മേഷം ഉണ്ടാകും. രണ്ടാമത്തേതിൽ അത്ര ഉണ്ടാകണമെന്നില്ല, അതുകൊണ്ട് രണ്ടാമത്തേതിൽ ചുരുക്കും. ഇങ്ങനെ പല ഹിക്മത്തുകൾ അതിന്റെ പിന്നിലുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കി ഞാൻ ചെയ്ത കാര്യം ഇതാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അതിൽ നമുക്ക് പാഠമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം അങ്ങനെയായിരുന്നു എന്നതിൽ. സഅദിന്റെ ഈ സംഭവം ഇമാം ബുഖാരിയും മറ്റും അദ്ദേഹത്തിന്റെ സഹീഹിൽ വിശദമായി ഉദ്ധരിച്ചിട്ടുണ്ട്. കൂഫക്കാരായ ആളുകൾ സഅദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അന്യായമായി ചില പരാതികൾ പറഞ്ഞുണ്ടാക്കി. മോശക്കാരായ ആളുകൾ അവരുടെ മോശം കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ചിലപ്പോൾ നല്ല ആളുകളെയും അവരുടെ നല്ല കാര്യങ്ങളെയും അവർക്ക് മോശമായി തോന്നിയേക്കും. അത് നല്ലവരുടെ കുറ്റമല്ല, അത് നോക്കുന്നവരുടെ വിവരക്കേടും അവരുടെ വീക്ഷണത്തിന്റെ പ്രശ്നവുമാണ്. സഅദ് എന്ന മഹാനായ സഹാബിയെ കുറിച്ച് സ്വർഗം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ച, വളരെ ചെറിയ പ്രായത്തിൽ ഇസ്ലാം സ്വീകരിച്ച് അതിന്റെ പേരിൽ ഉമ്മയുടെ ഭാഗത്ത് നിന്ന് വലിയ പരീക്ഷണങ്ങൾ നേരിട്ട ഈ സഹാബിയെ കുറിച്ച് ആണ് മോശമായ പരാതികൾ ഉമറിന് എത്തിച്ചു കൊടുത്തത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിച്ച് ചോദിച്ചു. സഹീഹ് ബുഖാരിയിൽ കാണാം, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് ആളെ പറഞ്ഞയച്ചു. അവർ സഅദിനെയും കൂട്ടി കൂഫയിലെ ഓരോ മസ്ജിദിലും ചെന്ന് ജനങ്ങളോട് ചോദിച്ചു, എന്തെങ്കിലും പരാതി സഅദിനെ കുറിച്ച് പറയാനുണ്ടോ? ആർക്കൊന്നും പറയാനില്ല. ഒരു മസ്ജിദിലും ആരും പരാതി പറഞ്ഞില്ല. എല്ലാവരും സഅദിനെ പുകഴ്ത്തുകയാണ്.
ഒടുവിൽ ഒരു മസ്ജിദിലെത്തിയപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയട്ടെ, സഅദ് അദ്ദേഹം യുദ്ധത്തിൽ സൈന്യത്തിൽ പുറപ്പെടാറില്ല, അദ്ദേഹം നീതി പാലിക്കാറില്ല, അദ്ദേഹം ജനങ്ങൾക്ക് വീതം വെച്ചു കൊടുക്കുമ്പോൾ അതിൽ നീതി പാലിക്കാറില്ല. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് പറഞ്ഞു, അല്ലാഹുവേ, ഈ മനുഷ്യൻ ആളുകളെ കാണിക്കാനും ആളുകളെ കേൾപ്പിക്കാനും വേണ്ടി ആണ് എഴുന്നേറ്റ് നിന്നത് എങ്കിൽ, ഇവൻ കളവാണ് പറയുന്നത് എങ്കിൽ, അല്ലാഹുവേ ഫഅതിൽ ഉംറഹ വഅതിൽ ഫഖറഹ വഅർദുഹു ലിൽ ഫിതൻ. അല്ലാഹു അയാളുടെ ദാരിദ്ര്യം നീ വർദ്ധിപ്പിക്കണം, അയാൾക്ക് ആയുസ് നീട്ടിക്കൊടുത്ത് ഇവന്റെ ദാരിദ്ര്യം നീ വർദ്ധിപ്പിക്കണം. വഅർദുഹു ലിൽ ഫിതൻ, ഇവനെ നീ ഫിത്നകളിൽ പെടുത്തണമേ. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, ആ കോപത്തിന്റെ സന്ദർഭത്തിൽ ദുആ ചെയ്യുമ്പോൾ പോലും സഅദിന്റെ നീതി അവിടെ കാണാം. കാരണം അവിടെയും നിബന്ധന വെച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഈ പറഞ്ഞത് കളവാണെങ്കിൽ, അന്യായമായിട്ടാണ്, ആളുകളെ കാണിക്കാനാണ് ഇവൻ ചെയ്തതെങ്കിൽ. മാത്രമല്ല 3 ആരോപണങ്ങൾ ഉന്നയിച്ചതിന് 3 ദുആ ആണ് നടത്തിയത്. കോപത്തിന്റെ ദേഷ്യത്തിന്റെ സമയത്തിൽ പോലും ആ മഹാനായ സഹാബിയുടെ നീതി കാണാമെന്ന് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. സംഭവം സഹീഹ് ബുഖാരിയിൽ കാണാം. പിന്നീട് ഇയാൾക്ക് സഅദിന്റെ ദുആ ഏൽക്കുകയുണ്ടായി. കാരണം അതിക്രമമാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്. മദ്ലൂമിന്റെ മർദിദന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും, മർദിദൻ കാഫിറാണെങ്കിൽ പോലും എന്നുവരെ ഹദീസിൽ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മർദിക്കപ്പെട്ടവൻ കാഫിറാണെങ്കിൽ കൂടി ആക്രമിക്കപ്പെട്ടവനാണോ അവന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്നാണ്. ഇതാകട്ടെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രേഷ്ഠനായ സഹാബിയാണ്. അയാളുടെ ആയുസ് നീണ്ട് ഒടുവിൽ പുരികങ്ങൾ കണ്ണിലേക്ക് വീഴുമാറ് അയാൾ വൃദ്ധനായി എന്ന. ആയുസ് നീട്ടിക്കെട്ടുക എപ്പോഴും അനുഗ്രഹമാവുകയില്ല, മറിച്ച് വല്ലാതെ പ്രയാസകരമായ വാർദ്ധക്യമായി പോകുന്നതിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് കാവൽ തേടിയിട്ടുണ്ട്. അല്ലാഹുമ്മ അഊദു ബിക മിൻ സൂഇൽ കിബർ. അല്ലാഹുവേ, വാർദ്ധക്യം എന്നത് അത് മോശമായ അവസ്ഥയിൽ എത്തുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. അതുകൊണ്ട് വയസ്സേറുക, ആയുസ് കുറെ വർദ്ധിക്കുക എന്നത് എപ്പോഴും നന്മയാവുകയില്ല. ആയുസ് വർദ്ധിക്കുന്നത് നന്മയാകും എപ്പോൾ അതിനനുസരിച്ച് അമൽ വർദ്ധിച്ചാൽ, നല്ല അമലുകൾ അതിനനുസരിച്ച് കൂടിപ്പോയാൽ. ത്വാല ഉംറുഹു വഹസുന അമലുഹു, ഒരുവന്റെ ആയുസ് വർദ്ധിച്ചു അതുപോലെ അമൽ നന്നായി, അത് നല്ലതാണ്. ഇയാളുടെ ആയുസ് വർദ്ധിച്ചു പുരികങ്ങൾ കണ്ണിലേക്ക് വീഴുമാർ, ദരിദ്രനായി, അതുപോലെ ഫിത്നകൾ ഏത് കുഴപ്പങ്ങൾ നാട്ടിലുണ്ട് അതിലൊക്കെ ഇയാൾ ഉണ്ടാകും. പിൽക്കാലത്ത് ഇയാൾ ആളുകൾ കാണുകയുണ്ടായി, വഴിയിൽ അങ്ങേറ്റം വാർദ്ധക്യത്തിലെത്തി വഴിയിലൂടെ കടന്നു പോകുന്ന അടിമ സ്ത്രീകളെയും മറ്റുമൊക്കെ അവരെ തോണ്ടുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ മോശമായ അവസ്ഥയിൽ ഈ മനുഷ്യനെ ആളുകൾ കണ്ടു എന്ന് ഇമാം ബുഖാരിയുടെ സഹീഹിൽ നമുക്ക് കാണാം. ഇതായിരുന്നു സഅദിനെ കുറിച്ചുള്ള അവരുടെ ആരോപണങ്ങളുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ. സഅദ് റളിയല്ലാഹു അൻഹു ഒരിക്കലും ഈ പറഞ്ഞ ആരോപണങ്ങൾ സഅദിനെ കുറിച്ച് അവർ പറഞ്ഞ ആരോപണങ്ങൾ ശരിയായിരുന്നില്ല. പക്ഷെ ഉമർ എന്ത് ചെയ്തു? സഅദിനെ കൂഫയിലെ ആ ഇമാറത്തിൽ നിന്ന് പിൻവലിച്ചു. എന്തുകൊണ്ടാണ് അത്? സഅദ് മോശക്കാരനായതുകൊണ്ടല്ല, മറിച്ച് ആളുകൾ ചിലപ്പോൾ അവരുടെ വിവരക്കേട് കൊണ്ട് സഅദിനെ എന്തെങ്കിലും ഉപദ്രവിച്ചേക്കാം എന്നത് പേടിച്ച് സഅദ് ബിൻ അബി വഖാസിനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിൻവലിച്ചു. എന്ന് മാത്രമല്ല, ഒടുവിൽ സുബ്ഹാനല്ലാഹ് ഉമർ വഫാത്തിന്റെ സമയത്ത് 6 പേർ ഉൾക്കൊള്ളുന്ന ഒരു ഷൂറയെ നിയമിച്ചിട്ടാണ് വഫാത്താകുന്നത്, അടുത്ത ഖലീഫയെ തെരഞ്ഞെടുക്കാൻ വേണ്ടി. ആ ഖലീഫ അവരിൽ ഒരാളായിരിക്കും. 6 പേർ, അതിൽ ഉസ്മാനും അലിയുമുണ്ട്, തൽഹയും സുബൈറും അബ്ദുറഹ്മാൻ ബിൻ ഔഫും ഉണ്ട്, സഅദ് ബിൻ അബി വഖാസും ഉണ്ട്. 6 പേർ: ഉസ്മാൻ, അലി, തൽഹ, സുബൈർ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സഅദ് ബിൻ അബി വഖാസ്. എന്നിട്ട് ഈ 6 പേരെ നിശ്ചയിച്ചപ്പോൾ ഉമർ സഅദിനെ കുറിച്ചൊരു കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു. ഇൻ കാന സഅദ് ഫദാക്, സഅദിനെയാണ് നിങ്ങൾ എനിക്ക് ശേഷം ഖലീഫയായി നിശ്ചയിക്കുന്നതെങ്കിൽ ഫദാക്, സഅദ് തന്നെ. ഫഇന്നി ലം അഅസിൽഹു അൻ അജ്സിൻ വലാ ഖിയാന, ഞാൻ സഅദിനെ മുമ്പ് കൂഫയിലെ ഇമാറത്തിൽ നിന്ന് പിൻവലിച്ചത് അദ്ദേഹം കഴിവില്ലാത്ത ആളായതുകൊണ്ടോ അദ്ദേഹം എന്തെങ്കിലും വഞ്ചന കാണിച്ചത് കൊണ്ടോ അല്ല. അത് പ്രത്യേകം ഉമർ പറഞ്ഞു. എന്തുകൊണ്ടാണ്? നാളെ സഅദിനെ ഖലീഫയാക്കാൻ തീരുമാനം ഉരുത്തിരിഞ്ഞു വന്നാൽ ആരും പറയരുത്, പണ്ട് ഉമർ കൂഫയിൽ നിന്ന് പിൻവലിച്ച ആളല്ലേ, പിന്നെ എങ്ങനെ ഖലീഫയാക്കും എന്നാരും പറയാതിരിക്കാൻ ആ മഹാനായ സഹാബി ഖലീഫ അമീർ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രത്യേകം അക്കാര്യം പറയുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്,
നോക്കൂ നിങ്ങൾ, ഫൈന്നി ലം അഅ്സിൽഹു അൻ അജ്സിൻ വലാ ഖിയാന, കഴിവുകേട് കൊണ്ടോ ഖിയാനത്ത് കൊണ്ടോ അല്ല ഞാൻ സഅദിനെ പിൻവലിച്ചത്. എന്തുകൊണ്ട് ആ രണ്ട് കാര്യം പ്രത്യേകം എടുത്തു പറയാൻ കാരണം ഒരു പണിക്ക് ഒരാളെ പറ്റുകയില്ല ഈ രണ്ട് ദുസ്വഭാവങ്ങളിൽ ഒന്നൊരാൾക്കുണ്ടെങ്കിൽ. അജ്സ്, ഖിയാന. അജ്സ് എന്നാൽ കഴിവില്ലായ്മ, അതായത് ആ പണി എടുക്കാൻ അയാൾക്ക് അറിയില്ല. ആൾ വിശ്വസനൊക്കെ തന്നെയാണ്, നല്ല ആളാണ് വിശ്വസന, പക്ഷെ അയാൾക്ക് ആ പണി അറിയില്ല എങ്കിൽ ഒരാളെ പണി ഏൽപ്പിക്കാൻ പാടില്ല. രണ്ടാമത്തെ എന്താ? ഖിയാന, വഞ്ചന, ചതി. അത് ആള് പണിയിൽ ആ പണി നന്നായി അറിയുന്ന അഗ്രഗണ്യനാണ്, പക്ഷെ ആളെ വിശ്വസിക്കാൻ കൊള്ളൂല, പറ്റിക്കും. അങ്ങനെയാണെങ്കിലും ആ പണിക്ക് ഒരാളെ യോജിക്കില്ല. ഒരു പണിക്ക് ഒരാളെ നിയമിക്കും. ഈ രണ്ട് സ്വഭാവം ശ്രദ്ധിക്കുക. ഇതിന്റെ വിപരീതമാണ് എന്ത്? അൽ ഖുവ്വതു വൽ അമാന. അൽ ഖുവ്വതു വൽ അമാന, ഖുവ്വത്ത് അതായത് ആ പണി എടുക്കാനുള്ള ശക്തിയുണ്ട്, വൽ അമാന വിശ്വസ്തനാണ്. അതുകൊണ്ടാണ് മൂസ അലൈഹിസ്സലാമിനെ ജോലിക്ക് നിയമിക്കാൻ മദീനയിലെത്തിയപ്പോൾ ആ ഷെയ്ഖിന്റെ മകൾ പറഞ്ഞത് എന്ത്? യാ അബതി ഇസ്തഅ്ജിർഹു, ഉപ്പ ഇദ്ദേഹത്തെ കൂലിക്കാരനായി നിയമിക്കൂ. ഇന്ന ഖൈറ മൻ ഇസ്തഅജർത അൽ ഖവിയുൽ അമീൻ, ഇന്ന ഖൈറ മൻ ഇസ്തഅജർത അൽ ഖവിയുൽ അമീൻ, താങ്കൾ ജോലിക്കായി ഏൽപ്പിക്കുന്നവരിൽ ഖൈറായ ആൾ ആരായിരിക്കും? അൽ ഖവിയു അൽ അമീൻ. അൽ ഖവി ശക്തനായ ആൾ, അതായത് ഖുവ്വത്തുള്ള ആൾ, അമീൻ വിശ്വസനായ ആൾ. ഈ രണ്ട് സ്വഭാവങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കൂ നിങ്ങൾ, സഅദ് റളിയല്ലാഹു അൻഹുവിനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇക്കാര്യം പ്രത്യേകം പറഞ്ഞ് ഓർമ്മപ്പെടുത്തുകയുണ്ട്. അതായത് സഅദ് ആണെങ്കിൽ സഅദ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇതുപോലത്തെ മനോഹരമായ സംസാരങ്ങൾ നമുക്ക് ധാരാളമായി ആ സഹാബിയിൽ നിന്ന് കാണാം. അദ്ദേഹം മുഹദ്ദസ് ആയിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഖൗമിനും മുഹദ്ദസുകളുണ്ട്. ഈ ഉമ്മത്തിലെ മുഹദ്ദസാണ് ഉമർ. മുഹദ്ദസ് എന്ന് പറഞ്ഞാൽ ഹക്ക് പറയാൻ, സത്യം പറയാൻ പ്രത്യേകം തൗഫീഖ് ലഭിച്ചയാൾ. സത്യം അദ്ദേഹത്തിന്റെ നാവിലൂടെ വെളിവാകും. അങ്ങനെ ഉള്ള സ്വഭാവമുള്ള ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതിന് മറ്റൊരു ഉദാഹരണമാണ്, അദ്ദേഹം ഈ കിടക്കുന്ന കുത്തേറ്റ് കഴിഞ്ഞ ആ സമയങ്ങളിൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് അനുവാദം ചോദിക്കാൻ പറഞ്ഞയച്ചു. എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും നബിയുടെ സാഹിബിന്റെയും കൂടെ തന്നെയും ഖബറടക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കറിന്റെയും അടുത്ത് തന്നെ ഖബറടക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് സമ്മതം ചോദിക്കാൻ പറഞ്ഞയച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എനിക്ക് വേണ്ടി ഞാൻ ആഗ്രഹിച്ച ഇടമായിരുന്നു അത്, പക്ഷേ ഇല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കും. കാരണം ഇവിടെ കുറെ ആളുകളെ ഖബറടക്കാൻ സാധിക്കില്ല, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ സ്ഥലം തരുന്നതാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീണ്ടും ഉത്തരവിടുകയാണ്. എന്ത്? ഞാൻ മരണപ്പെട്ടാൽ ഒന്നുകൂടി ആയിഷയോട് സമ്മതം ചോദിക്കണം, ഒന്നുകൂടി സമ്മതം, എന്നിട്ട് അവിടെ ഖബറടക്കാവൂ. എന്തിനാണ്? കാരണം ആ കുത്തേറ്റ് കിടക്കുന്ന വൈകാരികമായ ഉമർ ജീവിച്ചിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഹയാ കൊണ്ട് എങ്ങനെ അത് നിരസിക്കും എന്ന് വിചാരിച്ചിട്ട് സമ്മതിച്ചാണെങ്കിലോ. അതുകൊണ്ട് മരണശേഷമാകട്ടെ അങ്ങനെ ഒരു ലജ്ജയുടെ ആവശ്യമില്ല. അപ്പൊ മരണശേഷം അവർ ശരിയായ അഭിപ്രായം പറയുമല്ലോ. അതുകൊണ്ട് ഒന്നുകൂടി മരണശേഷം ചോദിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു വസിയത്ത് പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് റളിയല്ലാഹു അൻഹും വഅർദാഹും. അവർ കഴിഞ്ഞു പോയ ഒരു ഉമ്മത്താണ്, ഒരു കൂട്ടനാണ്. അവരെ പോലെ ഒരു കൂട്ടർ ഇതിനു മുമ്പുണ്ടായിട്ടില്ല, അവർക്ക് മുമ്പുണ്ടായിട്ടില്ല. സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹും അവരെ പോലെയുള്ളവർ ഇനി ഉണ്ടാവുകയുമില്ല. എന്നാൽ ഉമർ വഫാത്തായി വീണ്ടും ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോൾ അവർ പിന്നെയും അതേ കാര്യം തന്നെ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഈ രണ്ട് കൂട്ടുകാരെ ഖബറടക്കുകയുണ്ടായി. ജീവിതത്തിൽ അവരെങ്ങനെയാണോ അതുപോലെയാണ് അവർ ബർസഖിൽ ഇൻഷാ അല്ലാഹ് നാളെ സ്വർഗ്ഗത്തിലും അവരതുപോലെ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് സാഹിബുകൾ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമാ വഅർദാഹുമാ